ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സ്റ്റുഡൻസ് ആയവരായാലും പാരൻസ് ആയാലും ഇത് മനസ്സിലാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഇത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേൺ. അപ്പം പാരൻസ് ആണ് കാണുന്നതെങ്കിൽ അത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് ഇഷ്ടമുണ്ട്, അവർക്കും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഡിഫൻസ് ഫീൽഡിലാണ് വരുന്നത്. അപ്പം ഡിഫൻസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ ആംഡ് ഫോഴ്സസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് മക്കളെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരമാണ്. കാരണം എക്സാം ക്വാളിഫൈ ആവാൻ അത്യാവശ്യം നമുക്ക് ഈസിയാണ്. നമ്മുടെ SSCയുടെ കീഴിലാണെങ്കിൽ പോലും SSCയിൽ തന്നെ അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഈ പറയുന്ന SSC GD എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ് കോൺസ്റ്റബിൾ GD എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ ആംഡ് ഫോഴ്സ് CAPF SSF പോലെയുള്ള റൈഫിൾമാൻ, ആസാം റൈഫിൾസിലൊക്കെയാണ് ഈ ഒരു ഇത് കിട്ടുന്നത്. സെൻട്രൽ ആംഡ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ പട്ടാളത്തിൽ മാത്രമല്ല, അല്ലാണ്ട് തന്നെ കുറേ സെക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറേ നമുക്ക് അല്ലാണ്ട് ഈ നമ്മുടെ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പോലെയുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CRPF എന്നൊക്കെ പറയുന്ന ഈ ഒരു കുറച്ച് അധികമായിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. അതിനകത്താണ് നമുക്ക് ഈ ഒരു ജോബ് പോസ്റ്റിംഗ് വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പം പറയാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, ഈ ഒരു ജോബ് പോസ്റ്റിങ്ങിന് നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. കാരണം നമ്മുടെ ഡേറ്റ് വന്നിരിക്കുന്നത് 5/9/2024 14/10/2024 ഇടയ്ക്കാണ് കേട്ടോ. 5/9 അഡ്മിഷൻസ് അതായത് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 14/10 വരെ ഡേറ്റിംഗ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. 14/10 നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് 10ാം മാസം നമ്മുടെ അടുത്ത മാസം വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അഥവാ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ October 1 തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ഫീ പേയ്മെന്റ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഫീ പേയ്മെന്റ് വലുതായിട്ടൊന്നുമില്ല, നമുക്ക് 100 rupees ഒക്കെ ഫീ പേയ്മെന്റ് ആയിട്ടൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, ആപ്ലിക്കേഷൻ കറക്ഷൻ എന്തെങ്കിലും ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡേറ്റ് 11ാം മാസത്തേക്കാണെന്ന് മനസ്സിലാക്കുക. അതായത് നവംബർ മാസത്തിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കറക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. 5/11/2024 7/11/2024 നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വരുന്നത്, അതായത് നമുക്കറിയാം ഇത് എത്രാമത്തെയാണ്, 2025 എന്താണ് GD നോട്ടിഫിക്കേഷനാണ്. എല്ലാ വർഷവും GD വിളിക്കാറുണ്ട്. ഈ കഴിഞ്ഞ 2024 GDയുടെ റിസൾട്ട് ഇപ്പോൾ അനൗൺസ് ആയതിനു ശേഷം ഫിസിക്കലിൻ്റെ ഡേറ്റും വന്നു. ഓക്കെ, ഫിസിക്കലിൻ്റെ ഡേറ്റ് അടുത്ത മാസത്തേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യവും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ജോബ് അത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ വിത്തിൻ മന്ത്സ് തന്നെ നിങ്ങൾക്ക് എന്തും വരും, റിസൾട്ട് അനൗൺസ് ആവും. നിങ്ങൾക്ക് ഫിസിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടന്ന് ട്രെയിനിങ്ങിന് വേണ്ടി പോസ്റ്റിങ്ങും വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യവും ചിട്ടയോടെയാണ് SSC നടത്തി പോകുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് 2025 GD ആണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോഴേ വിളിച്ചു, നിങ്ങൾക്ക് ഇനിയും 3-4 മാസം സമയമുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. പഠിച്ചാൽ തീരാവുന്ന സിലബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ മാക്സിമം പഠിക്കുക. അതുകൊണ്ട് എക്സാം വരുന്നത് കണ്ടല്ലോ, ജനുവരി ഫെബ്രുവരി ടൈമിൽ ആദ്യ മാസം തന്നെ നമുക്ക് എക്സാം വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ജനുവരി ഫെബ്രുവരി ടൈം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ഇതിൻ്റെ ഏജും ബാക്കി കാര്യമൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. ആദ്യം CBT ലെവൽ എക്സാമിനേഷൻ, ഒറ്റ എക്സാമിനേഷനേ ഉള്ളൂ. നമുക്ക് ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒറ്റ എക്സാമിനേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ സാധനം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മളറിയാലോ, ഒരു ഡിഫൻസ് ഫീൽഡിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ടതായിട്ട് ഉള്ള ഒരു ഫിസിക്കൽ എബിലിറ്റി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഒരു ഫിസിക് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ അവരവിടെ എന്ത് ചെയ്യത്തുള്ളൂ കാരണം നമുക്ക് അത്യാവശ്യം സ്ട്രെനസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഏത് സമയവും നമുക്ക് നിൽക്കണം, പല കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കണം. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മുടെ ബോഡി ഹെൽത്ത് എന്തായിരിക്കണം, അത്രയും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവർ അതിന് വേണ്ടിയായിട്ട് കുറേ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നമുക്ക് അത്രയും ഹൈറ്റ് ഉണ്ടായിരിക്കണം, വെയിറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കണം.
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് എന്താണ് ഓട്ടം, നമുക്ക് ഈ SSC GDക്ക് വരുന്നത് റണ്ണിങ് മാത്രമാണ്. അത് ഇത്ര കിലോമീറ്റർ ഓടാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. ഇത്ര ടൈമിനുള്ളിൽ ഇത്ര കിലോമീറ്റർ ഓടണം. അത് മെയിലിനും ഉണ്ട് ഫീമെയിലിനും സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അതുണ്ട്. പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത്. ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ലാസ്റ്റ് ആയിട്ട് അവർ നടത്തി പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യം അവിടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നമുക്കറിയാം OBCയിലുള്ളവർ കാണും. പിന്നെന്താണ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും. നമ്മളിപ്പോൾ 10ാം ക്ലാസ് ലെവലിലാണ് ഈ എക്സാമിനേഷൻ ചെയ്തത്, അപ്പോൾ 10ന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രൂ ആയിട്ടുള്ള ഒറിജിനൽ കാര്യങ്ങൾ തന്നെ ആദ്യം വെക്കണം. കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ അവർ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് നിമിഷം എത്തിക്കഴിഞ്ഞിട്ട് അവസാനം ഈ ഒരു ചെറിയ ഫാക്ടർ കൊണ്ട് നമ്മൾ മാറിപ്പോകും. നമുക്ക് എക്സാം എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിഫൈ ആവാണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോബ് കംപ്ലീറ്റ്ലി കിട്ടിയെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്ത് നിങ്ങളെ വിളിക്കും. ഇതേ കണ്ടോ, ഇപ്പോൾ വന്നിട്ടുള്ള വാക്കൻസി കഴിഞ്ഞ വർഷത്തേക്കാളും നല്ലൊരു വാക്കൻസി ലിസ്റ്റിംഗ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 39,481 വാക്കൻസി, 39,000+ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 39,481 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അത് മെയിൽ കാറ്റഗറിക്ക് മാത്രമായിട്ട് 35,000 വാക്കൻസിയും ഫീമെയിൽ കാറ്റഗറിക്ക് പൊതുവെ നിങ്ങൾക്ക് അറിയായിരിക്കും ഡിഫൻസ് ഫീൽഡിൽ ഇതുപോലത്തെയൊക്കെ ഫീൽഡുകളിൽ മെയിലിനെയും ഫീമെയിലിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽസിന് കുറച്ച് വാക്കൻസീസ് കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. 3,000+ വാക്കൻസി മാത്രമേ 3,869 വാക്കൻസീസേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം, എടുത്തറിയണം. 4,000 അടുപ്പിച്ച് വാക്കൻസിയേ ഉള്ളൂ എന്ന് തന്നെ മനസ്സിലാക്കി തന്നെയാണ് പോവേണ്ട. പിന്നെ എന്താണ്, പേ സ്കെയിൽ വരുന്ന കാര്യവും ശ്രദ്ധിക്കണം. നല്ല നമുക്ക് എന്താണ് ഇപ്പം ഈ ഒരു ആംഡ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ, അതായത് നമുക്ക് റിസ്ക് ഫാക്ടർ ആയിട്ടുള്ള ജോലിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പേ സ്കെയിൽ. പേ സ്കെയിൽ ലെവൽ 3 ആണ്. 20,000-ൽ തുടങ്ങി ഒരു 70,000 അടുപ്പിച്ച് നിൽക്കുന്ന സാലറി പാക്കേജിങ് ആണ്. ഇവിടെ ഇപ്പോൾ പറയുന്നില്ലേ 21,700 തൊട്ട് 69,000+ എന്ന് പറയുന്ന ആ ഒരു സാലറി ആണെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വരും, നമുക്ക് റിസ്ക് അലവൻസസിൻ്റെ കാണും, പിന്നെ ഇൻക്രിമെൻറ്റ്സ് കാണും. നമുക്ക് ഓരോ സാലറി എന്ത് ചെയ്യും, ഹൈക്കുകൾ കാണും ഓരോ മാസം തോറും. അല്ലെങ്കിൽ ഒരു 3 months ഇടവേള അല്ലെങ്കിൽ ഒരു 6 months ഇടവേളയിൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ്സ് ആഡപ്പ് ചെയ്ത് വരും. എക്സ്ട്രാ ആഡപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സാലറി എന്ത് ചെയ്യുമ്പോൾ ലോങ് റൺ നമുക്ക് എന്ത് ചെയ്യും, സാലറി ഹൈക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും സാലറി ഹൈക്കിംഗ് ഉണ്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു പോസ്റ്റിനേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. വാക്കൻസീസ് വരുന്നതും ശ്രദ്ധിക്കുക. 39,000 35,000 എന്ന് പറയുന്ന വാക്കൻസിയാണ്. ഇതിൽ നിങ്ങൾ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രത്യേക ഫോഴ്സുകൾ. നമ്മൾ ഈ പറയുന്ന പോലെ പട്ടാളം, പോലീസ് ആ ഒരു രീതി അല്ലാണ്ട് അതിൽ തന്നെ ഉള്ള ഒരു സ്പെഷ്യലൈസിങ് യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് BSF ഉണ്ട്, അറിയാമല്ലോ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, CISF ഉണ്ട്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഈ എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ എന്താ പറയുക ISRO പോലെയുള്ള സെക്ടേഴ്സിലൊക്കെ വാച്ച്മാൻ അറിയാമല്ലോ, ഈ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് പോലെ നിൽക്കുന്നത് ആ ഒരു സംഭവമൊക്കെയാണ് വരുന്നത്. അതുപോലെ CRPF റിസർവ്ഡ് പോലീസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന പ്രൊട്ടക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന അതുണ്ട്. ആ ഒരു രീതിക്കൊക്കെയാണ് ഈ ഒരു വർക്കിംഗ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. SSV ഉണ്ട്, സീമ ബൽ എന്നൊക്കെ പറയുന്ന, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ടിബറ്റൻ ഏരിയയിലൊക്കെയാണ് വരുന്നത്. ആസാം റൈഫിൾസ് ഉണ്ട്, ഇതുപോലെ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പോസ്റ്റിംഗ് ആണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, ബോർഡറിലായിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയും ആഗ്രഹിച്ചു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, നിങ്ങൾക്കറിയാം, മെയിലിൽ തന്നെ അങ്ങനെ പോകുന്നവരുണ്ട്. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കണ്ടോ, BSF-ൽ ഏറ്റവും കൂടുതൽ ബോയ്സിന് വാക്കൻസി വന്നിരിക്കുന്നത് എവിടെയാണ്, BSF-ലാണ്. ഗേൾസ് എടുത്ത് നോക്കിയാലും വാക്കൻസി വന്നിരിക്കുന്നത് 2,300 സംതിങ് വന്നിരിക്കുന്നത് ഏതിനാണ്, നമ്മുടെ BSF-ലാണ്. ഓക്കെ, UR കാറ്റഗറിയുടെ കാര്യം മാത്രമാണ്
ടോട്ടൽ ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോട്ടൽ വാക്കൻസീസ് വന്നിങ്ങനെ യു ആർ കാറ്റഗറി അല്ല, ടോട്ടൽ വാക്കൻസീസ് 13,000 പ്ലസ് വാക്കൻസി വന്നിട്ടുണ്ട് ടോട്ടൽ കേട്ടോ. BSFന് എപ്പോഴും BSFന് അത്യാവശ്യം നല്ല വാക്കൻസീസ് വരാറുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, റിസ്ക് ആണെന്നല്ല. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ CRPFനും അത്യാവശ്യം വാക്കൻസീസ് ഇവിടെ വന്നിട്ടുണ്ട്. 11,299 വാക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ ഏകദേശം മെയിൽ കാറ്റഗറിക്ക് ഇവിടെ ഇപ്പോൾ വാക്കൻസി കുറവ് NCBക്കും അതുപോലെ തന്നെ SSF സെക്യൂരിറ്റി സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ആ പോസ്റ്റിങ്ങിലേക്കുമാണ് വേക്കൻസി കുറഞ്ഞായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലാണ്ട് BSF, CASF, CRPF, SSB അതുപോലെ ITBP ഒക്കെ നല്ല പോസ്റ്റിംഗ് ആണ്. ഇൻഡോ ടിബറ്റൻ നമ്മുടെ നല്ല പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റിസ്കി പോസ്റ്റിംഗ് ആണ്. കാരണം ITBP എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള ബോർഡേഴ്സാണ്. അറിയാലോ, ചൈനയുടെ ബോർഡറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റിസ്ക് ആണ്. അങ്ങനത്തെ റിസ്കി ജോലി അല്ലാത്തതും ഇതിൻ്റെ അകത്തുണ്ട്. അതനുസരിച്ച് നമ്മൾ പോകണം. നമുക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കണം ഇതൊരു റിസ്കി ജോബാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. പറ്റുമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്ത് പോവേണ്ട ഒരു ജോലിയാണിത്. ഇനി അടുത്ത് ഫീമെയിൽസിനാണെങ്കിലും കാറ്റഗറി വൈസ് നോക്കണമെങ്കിൽ BSFനും അതുപോലെ തന്നെ ഏതിനുമാണ് ITBPക്കുമാണ്. ITBP, CISF അത്യാവശ്യം നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. എന്തായാലും ഈ 3 മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് വയ്ക്കാൻ പറയും ഏത് ജോബാണ് വേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങളെ വാക്കൻസീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡും പിന്നെ റിസ്ക് കുറഞ്ഞിരിക്കുന്നതും ഒക്കെ വച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വാക്കൻസി ലിസ്റ്റിങ് കൊടുക്കാൻ കേട്ടോ. അതവിടെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് നോക്കണമല്ലോ. നാഷണാലിറ്റി നമ്മുടെ ഇന്ത്യൻ ആയിരിക്കണം എന്നുള്ളൊരിതുണ്ട്. ഇനി ഏജ് ലിമിറ്റ് എത്ര വരണം? നമ്മൾ ശരിക്കും പറയുന്നത് ഈ 10ാം ക്ലാസ് യോഗ്യത എന്ന് പറഞ്ഞാലും +2 കഴിഞ്ഞ് നിൽക്കുന്നവർ 18 to 23 വയസ്സ് വരെ കുഞ്ഞു കുട്ടികളെ തന്നെയാണ് നമ്മൾ പറയുന്നത്. 18 to 23 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അതെന്ന് പറഞ്ഞാൽ 1/1/2025 അതുപോലെ 1/1/2025 എന്ന് പറഞ്ഞൊരു ടൈം, അതായത് 2025 എന്ന് പറഞ്ഞൊരു ടൈമാണല്ലോ നമ്മൾ കണക്കിലാക്കുന്നത്. അപ്പോൾ 1/1/2025 എന്ന് എടുക്കുമ്പോൾ 18 to 23 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളിപ്പോൾ 1/1/2025 നിങ്ങൾ 18നും 23 വയസ്സിനും ഇടയ്ക്കുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഡേറ്റിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2/1/2002നും 1/1/2007നും ഇടയ്ക്ക് ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ടൈമിംഗ് ശ്രദ്ധിച്ചോണം. 2/1/2002നും 1/1/2007നും ഇടയ്ക്കാണ് നിങ്ങളുടെ ബർത്ത് എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാത്തവരെന്ത് ചെയ്യുക, 1/1/2025 18നും 23 വയസ്സിനും ഇടയ്ക്കാണ് നിങ്ങളാണെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇവിടെ വരേണ്ട ഇതെന്താണ്, ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എവിടെ ഉണ്ട്, റിലാക്സേഷൻ വരുന്നുണ്ട്. റിലാക്സേഷൻ വരുന്നത് SC STക്ക് ആണെങ്കിൽ 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ. അതായത് ഇപ്പം 23 വയസ്സ് വരെ ആണെങ്കിൽ പിന്നെ എത്രയാവും, അത് 28 വയസ്സ് വരെ ഉള്ളവർക്ക് SC STന്ന് അപ്ലൈ ചെയ്യാം. OBCക്ക് ആണെങ്കിൽ എത്ര വയസ്സും കൂടെ വരും, 23 + 3 വയസ്സും കൂടെ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക. അതായത് 1/1/2025 നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ആവാം, OBCക്കാരാണെങ്കിൽ 26 വയസ്സ് വരെ ആവാം, അല്ലാതെ 27 ആവാൻ പാടില്ല. 26 വരെ ആ ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 3 വർഷത്തിൻ്റെ ഒരു ഡിഡക്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്, അവർക്കൊരു എക്സ്ട്രാ 3 വർഷം കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയും ഏജ് റിലാക്സേഷൻ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം നമുക്ക് ഇന്ത്യൻ സിറ്റിസണും ഇതുപോലെ ഏജ് ലിമിറ്റിലും ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ജോബ് പോസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ SSCയിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ GD എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് അറിയേണ്ടത്. എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, 10ാം ക്ലാസ് യോഗ്യത മാത്രമേ അവരവിടെ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് 10ൻ്റെ കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 10ൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 1/1/2025 നിങ്ങൾക്ക് എന്തായിരിക്കണം,
1/1/2025 നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? 10ന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 10 നിങ്ങൾ ക്വാളിഫൈ ആയവരായിരിക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. 10th ക്ലാസ് എക്സാമിനേഷൻ ക്വാളിഫൈ ആയിരിക്കണം. നീഡ് നോട്ട് ബി അപ്ലൈഡ്. നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കയ്യിലെത്തിയിട്ടില്ല, നിങ്ങൾ അക്യൂർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് എന്ത് കാണിക്കണം? നമുക്ക് നിങ്ങളുടെ 10ന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ആ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? 10ന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ കാര്യം അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, ഈ NCC ഒക്കെ ഉള്ളവർക്ക് ലാസ്റ്റ് മാർക്കിൻ്റെ കൂടെ നോർമലൈസേഷൻ കയറുന്ന സമയത്ത് NCCയുടെ മാർക്കും കൂടെ ആഡ് ചെയ്ത് വരും. അതായത് ABC സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കാണെങ്കിൽ ആ ബോണസ് മാർക്കും കൂടെ നിങ്ങൾക്ക് എന്ത് തരും? ഇൻസെൻറ്റീവ് പോലെ തരും. അപ്പം നിങ്ങൾ 10ലൊക്കെ നിങ്ങളിപ്പം NCC ഒക്കെ പഠിച്ചിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ NCC എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിങ്ങൾ ഉള്ളവരായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? Aയോ Bയോ Cയോ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ കണ്ടോ, 2% മാർക്ക് ആഡ് ചെയ്യും. 3% ഓഫ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിൻ്റെ 2% കൂട്ടും. 3% കൂട്ടും, 5% കൂട്ടും. ആ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെയും കുറച്ച് നിങ്ങൾക്ക് എന്തുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക NCC ഉള്ളവർക്കാണെങ്കിൽ കേട്ടോ. പിന്നെ എന്താണ്, അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഏത് സൈറ്റിലാണ് നിങ്ങൾ പോവേണ്ടതെന്ന് അറിയാമല്ലോ. ഓൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കണം SSCയിൽ. അത് കഴിഞ്ഞ് https://ssc.gov.in എന്ന് പറഞ്ഞാൽ പുതിയ വെബ്സൈറ്റിൽ കയറിയ പുതിയ വെബ്സൈറ്റാണ് ssc.gov.in. അങ്ങനെ മാത്രം അടിച്ചു കൊടുത്താൽ മതി. ആ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നത് കോൺസ്റ്റബിൾ SSC GD കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്താൽ മതി. എല്ലാം എന്താണ് കൃത്യമായിട്ടുണ്ട്. ssc.gov.in എല്ലാം ഉണ്ട് കണ്ടോ. ആപ്ലിക്കേഷൻ ഫീ കണ്ടോ, 100 രൂപ മാത്രമേ ജനറൽ കാറ്റഗറിക്കാർക്ക് വരുന്നുള്ളൂ. വിമൺസിനും ഷെഡ്യൂൾഡ് കാസ്റ്റ് SCക്കും STക്കും എക്സ് സർവീസ്മാനും എന്തില്ല, ഫീസേ ഇല്ല. ജനറൽ കാറ്റഗറിക്കും അതുപോലെ ബോയ്സിനും പിന്നെന്താ OBCക്കും നമുക്ക് എന്തുണ്ട്, 100 രൂപ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. ജനറൽ കാറ്റഗറി, OBC അതുപോലെ മെയിൽ എല്ലാ കാറ്റഗറിക്കും എന്തുണ്ട്, മെയിലിനും എന്തുണ്ട്, ഈ പറയുന്ന പോലെ 100 റുപ്പീസിൻ്റെ ഫീസ് പറയുന്നുണ്ട്. വിമൺസിനും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിലെയും ഷെഡ്യൂൾഡ് ട്രൈബിലെ എക്സ് സർവീസ്മാനിലെ ആർക്കും എന്തില്ല, ഈ പറയുന്ന ഫീസ് അടയ്ക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അത്രയും കാര്യമാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി സിലബസ് അറിയണമല്ലോ നിങ്ങൾക്ക്. ഇത്രയും സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ കേട്ടോ സെൻറ്റർ കിട്ടുക. നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ സെൻറ്റർ കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ട സ്കീം ഓഫ് എക്സാമിനേഷൻ. നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. CBT 1 പാസ്സായാലല്ലേ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഒക്കെ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അറിയേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കണം. ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്? ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. അതെത്രയാണ്? 20 ക്വസ്റ്റ്യൻസ്, 20 ക്വസ്റ്റ്യൻ. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്? 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ഓരോന്നിന്നും 20 ക്വസ്റ്റ്യൻസ് വെച്ച് 80 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. റീസണിങ്ങിന് 20 ക്വസ്റ്റ്യൻ. നമ്മുടെ GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്നതിന് 20 ക്വസ്റ്റ്യൻ. എലമെൻ്ററി മാത്തമെറ്റിക്സ്, നമ്മൾ മാത്സ് 10ാം ക്ലാസ് ബേസിലാണ് എല്ലാം ചോദിക്കുന്നത്. മാത്സിന് 20. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, അത് ഇംഗ്ലീഷാണ് നമ്മൾ പൊതുവെ ചൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷാണ് നമ്മുടെ ലാംഗ്വേജ് എങ്കിൽ 20 ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഒരു രീതിക്കാണ് വരുന്നത്. പിന്നെ മലയാളവും ഓപ്ഷണൽ ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മലയാളം എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അത്രയും ടഫ് ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ് കേട്ടോ. ലാംഗ്വേജ് നമ്മുടെ മോഡ് ഓഫ് എക്സാമിനേഷൻ ആ ഒരു കാര്യമാണ്. അല്ലാതെ ഇംഗ്ലീഷ് മസ്റ്റാണ്. 20 മാർക്സ് ഇംഗ്ലീഷിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ മോഡ് ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷിൽ എഴുതാം, അതുപോലെ തന്നെ മലയാളത്തിലും എഴുതാൻ പറ്റും. ഒരുപാട് പേരെന്താണ് ഇംഗ്ലീഷ് അറിഞ്ഞില്ല എന്നും പറഞ്ഞ് മലയാളം അറ്റൻഡ് ചെയ്യും. പക്ഷേ അത് നിങ്ങളുടെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. ഇപ്പം മാക്സിമം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണവരാണെങ്കിൽ ഇപ്പോഴേ ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ആ കാര്യം ശ്രദ്ധിക്കുക. മലയാളം മീഡിയം ഒക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറയുന്നവർ മാക്സിമം ശ്രമിക്കുക, ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം 40 മാർക്കാണ് ഈച്ച് വരുന്നത്. അപ്പം 80 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ച് എത്ര മാർക്ക്? 160 ആണ് ടോട്ടൽ മാർക്കിംഗ്. 160 മാർക്കിംഗ് ആണ് വരുന്നത് കേട്ടോ. 160-ന് ഒരു 100-നൊക്കെ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും സേഫ് ആണെന്ന് തന്നെ മനസ്സിലാക്കുക കേട്ടോ. 160 ആണ് മാർക്കിംഗ് വരുന്നത്. എത്ര മിനിറ്റ്? 60 മിനിറ്റ്, അതായത് 1 അവർ ആണ്. 1 അവർ ടൈമിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 1 അവർ ടൈമിങ്.
അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദിശയുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ SSC GD ബാച്ചുകളിൽ നിന്ന് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിശയുടെ യൂട്യൂബ് ചാനൽസ് വാച്ച് ചെയ്തൊന്നി യൂട്യൂബ് വഴി പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് വന്ന് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കാൻ തന്നെ നോക്കുക. പഠിച്ചു തുടങ്ങിയാലേ 3 മാസം ടൈമിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ജോബിൽ കയറുമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം GK, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷും ആണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ യഥാർത്ഥ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇത് റിയൽ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അതിൽ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് അതിൻ്റെ സിലബസും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് ബേസിലാണെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിശയെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ച് എന്ത് ചെയ്യുക, ഉടനെ തന്നെ ആപ്ലിക്കേഷൻസ് കൊടുക്കുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിടുക, പോയി എക്സാംസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.